ഫിനിഷറാണ്, മെൻറ്ററാണ്, ക്യാപ്റ്റൻ കൂളാണ്, വിക്കറ്റ് കീപ്പറാണ്. അങ്ങനെ ഏത് റോളിലും 100% നൽകുന്ന ഒരാൾ MST. ക്യാപ്റ്റൻ കൂളിന്റെ ഏറ്റവും മികച്ച 4 ഗോൾഡൻ മൊമെന്റ്സ് ഇൻ ക്രിക്കറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ പറയായിരിക്കും? ഒരുപാട് മൊമെന്റ്സ് ഉണ്ട്. 4 ആയിട്ട് ഒതുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒതുക്കിയെടുക്കാൻ പറ്റൂല, അത്ര മാത്രമുണ്ട്. കപ്പടിച്ച മൊമെന്റ്സ് ഒന്നും എടുക്കുന്നില്ല, പക്ഷെ ഒന്നാമത്തത് മാത്രം മതി MST എന്ന സ്പോർട്സ്മാനെ സൂപ്പർ സ്റ്റാർ ആക്കാൻ. 4ാം സ്ഥാനം 2008 CB സീരീസ് ആണ് കേട്ടോ. സൗരവ് ഗാംഗുലി എന്ന് പറയുന്ന ഇന്ത്യൻ ക്രിക്കറ്റിലെ മറ്റൊരു ഇതിഹാസ ക്യാപ്റ്റന്റെ യാത്രയപ്പ് ക്രിക്കറ്റ് ടെസ്റ്റ് നടക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും അവസാന മത്സരത്തിൽ അവസാന നിമിഷം ക്യാപ്റ്റൻ സ്ഥാനം വരെ MST ഗാംഗുലിക്ക് കൊടുക്കുകയാണ്. അന്ന് കപ്പ് ഏറ്റുവാങ്ങാനും ഗാംഗുലി MSTയോടൊപ്പം എത്തുമ്പോൾ അതൊരു സ്പെഷ്യൽ മൊമെന്റ് ആയിരുന്നു. ഇനി 3ാം സ്ഥാനത്തിലേക്ക് പോകുമ്പോൾ അന്ന് പത്രത്തിലൊക്കെ വലിയ റിപ്പോർട്ടുകളാണ്. ലിറ്റർ കണക്കിന് പാലും ഒരുപാട് മുട്ടയൊക്കെ കഴിക്കുന്ന ഒരു നീളം മുടിക്കാരൻ. അന്ന് ആ നീളം മുടിക്കാരൻ 2005 ശ്രീലങ്കയെ പഞ്ഞിക്കിട്ടു. 183 റൺസ് 145 ബോളുകളിൽ. തോറ്റു എന്ന് പറഞ്ഞു നിൽക്കുന്ന സമയത്ത് കൂൾനെസ് വിടാതെ നിൽക്കുന്ന ഒരു MST ഉണ്ടല്ലോ. 2016 T20 വേൾഡ് കപ്പിൽ ഇന്ത്യ ബംഗ്ലാദേശ് പോരാട്ടം. ബംഗ്ലാദേശ് വിജയം ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്ത് നിൽക്കുന്ന ടൈമാണ്. അവസാന ഓവർ എറിയുന്നത് ഹാർദിക് പാണ്ഡ്യ. അവസാന ബോളിൽ ഒരു റണ്ണിന് വേണ്ടിയിട്ട് അവർ ഓടാൻ പോവുകയാണെങ്കിൽ ആ റണ്ണ് കിട്ടരുത്, ഞാൻ ഓടി റണ്ണൗട്ട് ആക്കും എന്നുള്ള മൈൻഡ് സെറ്റിൽ ഗ്ലൗസ് ഒക്കെ ഊരിമാറ്റി MST നിന്നൊരു നിപ്പുണ്ടല്ലോ. ഓടി വന്ന് റണ്ണൗട്ട് ആക്കിയ ഒരു റണ്ണൗട്ട് ഉണ്ടല്ലോ. മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് സാറേ മാസ്. ഇനി 1ാം സ്ഥാനത്തേക്ക് പോകുമ്പോൾ ഒരു ക്രിക്കറ്റ് സ്പിരിറ്റ് ആണ്. ICC ക്രിക്കറ്റ് സ്പിരിറ്റ് അവാർഡ് നേടിയിട്ടുള്ള ഒരു മൊമെന്റ് ആയിരുന്നു ഇയാൻ ബില്ലിന്റെ റണ്ണൗട്ട്. 2011 ട്രെന്റ് ബ്രിഡ്ജ് ടെസ്റ്റിലാണ് ഈ സംഭവം നടക്കുന്നത്. ഡേ 3 ടീ ടൈം ആണ്. ഇയാൻ ബില്ലും മോർഗനൂടെ ബാറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ടൈമാണ്. ഇയാൻ ബില്ല് 137 റൺസ് എടുത്ത് നിൽക്കുന്ന സമയമാണ് കേട്ടോ. ഇയാൻ മോർഗൻ ബൗണ്ടറിയിലേക്ക് ഒരു ബോൾ ഹിറ്റ് ചെയ്തു. അത് ബൗണ്ടറിയിൽ പോയെന്ന് എല്ലാവരും ഉറപ്പിച്ച് നിൽക്കുന്ന സമയം. പക്ഷെ ബൗണ്ടറിയിൽ നിന്ന് ഒരു ത്രോ വരുന്നു, ധോണി അത് എടുക്കുന്നു, സ്റ്റംപ് ചെയ്യുന്നു, അപ്പീൽ ചെയ്യുന്നു, അമ്പയർ ഔട്ട് കൊടുക്കുന്നു. പക്ഷെ കംപ്ലീറ്റ്ലി കൺഫ്യൂസ്ഡ് ആയിട്ട് ബൗണ്ടറി ആണെന്ന് ഉറപ്പിച്ച് നിന്ന ഇയാൻ ബെൽ, ആ ഒരു ഫോമിൽ നിൽക്കുന്ന ഇയാൻ ബെല്ലിനെ സംബന്ധിച്ച് അത് ഭയങ്കര സങ്കടമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. പക്ഷെ അവർ കൺഫ്യൂസ്ഡ് ആണെന്ന് തിരിച്ചറിഞ്ഞ ആ ഒരു സ്പോട്ടിൽ MST എന്ന് പറയുന്ന ഇന്ത്യൻ ക്യാപ്റ്റൻ ഒരു തീരുമാനം എടുക്കുകയാണ്. ആ ഒരു വിക്കറ്റ് ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ അപ്പീൽ പിൻവലിക്കുകയാണെന്നുള്ളത്. സോ അതാണ് MST. പല സിറ്റുവേഷനുകളിൽ ഏറ്റവും മികച്ച റെസ്പോൺസുകൾ, ഏറ്റവും മികച്ച ഡിസിഷനുകൾ എടുത്തിട്ടുള്ള ഇന്ത്യൻ ക്യാപ്റ്റൻ. ആദ്യമായിട്ട് ഇന്ത്യ ടെസ്റ്റ് റാങ്കിങ്ങിൽ 1ാം സ്ഥാനത്ത് എത്തിച്ചിട്ടുള്ള ക്യാപ്റ്റൻ. ഇന്ത്യക്ക് 2007 T20 വേൾഡ് കപ്പ്, 2011 ഏകദിന വേൾഡ് കപ്പ്, 2013 ചാമ്പ്യൻസ് ട്രോഫി ഉൾപ്പെടെ കപ്പുകളുടെ നേട്ടം സമ്മാനിച്ചിട്ടുള്ള ഇതിഹാസ താരം. ചെന്നൈ സൂപ്പർ കിങ്സ് എന്ന് പറയുന്ന ടീമിനെ ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ഏറ്റവും ടോപ്പ് റേറ്റഡ് ടീമാക്കി മാറ്റിയിട്ടുള്ള, ഏറ്റവും സക്സസ്ഫുൾ ടീമാക്കി മാറ്റിയിട്ടുള്ള ക്യാപ്റ്റൻ. ജൂലൈ 7 MSTക്ക് വീണ്ടും ഒരു ബർത്ത്ഡേ. നിങ്ങളുടെ മൈൻഡിൽ MST എന്ന് കേൾക്കുമ്പോൾ ആദ്യം വരുന്ന ആ ഒരു ഗോൾഡൻ മൊമെന്റ് ഏതാണ്? ഞാനിപ്പോൾ 4 പറഞ്ഞെങ്കിലും ഇതിനും എല്ലാം അപ്പുറം എൻ്റെ മൈൻഡിലോട്ട് ആദ്യം വരുന്ന ഗോൾഡൻ മൊമെന്റ് 2011 ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ ആ ഒരു ഫൈനൽ 6 തന്നെയാണ് കേട്ടോ. നിങ്ങളുടെ മൈൻഡിൽ വരുന്ന ഏതാണ്? കമന്റ് ചെയ്യണം. MSTയോടുള്ള സ്നേഹം കമന്റ് ബോക്സിൽ പറയാം.